പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് ക്ലോഷേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് ക്ലോഷേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ജാവാസ്ക്രിപ്റ്റിനകത്ത് ക്ലോഷർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ് that remembers the environment in which it was created even after the outer function has finished executing. അതായത് അത് എൻവയറമെന്റ് ഇൻ വിച്ച് എവിടെയാണോ അത് ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ആ എൻവയറമെന്റിനെ റിമെമ്പർ ചെയ്യുന്നതാണ്. അതായത് ഇവൻ ആഫ്റ്റർ ദ ഔട്ടർ ഫംഗ്ഷൻ, അതായത് ഔട്ടർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് എപ്പോഴും ആ എൻവയറമെന്റിനെ ഇങ്ങനെ റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആണ് ക്ലോഷർ എന്ന് പറയുന്നത്. അത് റിമെമ്പർ ചെയ്യുന്നു. ഔട്ടർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഫിനിഷ് ചെയ്താലും അതിങ്ങനെ ആ ക്രിയേറ്റ് ചെയ്ത എൻവയറമെന്റ് റിമെമ്പർ ചെയ്തിരിക്കും. അത് നമുക്ക് നോക്കാം. എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻസൈഡ് ഓഫ് അനദർ ഫംഗ്ഷൻ, അതായത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വേറെ ഒരു ഫംഗ്ഷൻ. The inner function has access to the variables and scope of the outer function എന്ന് പറയുന്നത് ഔട്ടർ ഫംഗ്ഷൻ നകത്തുള്ള എല്ലാ വേരിയബിൾസും സ്കോപ്പും എന്ന് പറയുന്നത് ഇന്നർ ഫംഗ്ഷന് അക്സസിബിൾ ആയിരിക്കും. കാരണം എന്നാ ഔട്ടർ ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഇന്നർ ഫംഗ്ഷൻ. ഇന്നർ ഫംഗ്ഷന് ഔട്ടർ ഫംഗ്ഷനിലുള്ള വേരിയബിൾസ് ആൻഡ് സ്കോപ്പ് ആയിട്ട് ആക്സസ് ഉണ്ടാവും. അപ്പൊ അലോസ് ഫോർ പ്രൈവറ്റ് വേരിയബിൾസ് ആൻഡ് സ്റ്റേറ്റ് മെയിൻ്റെനൻസ്. ഇപ്പൊ ഇതിന്റെ യൂസസ് ആണ് ഇത് പറയുന്നത്. നമുക്ക് പ്രൈവറ്റ് വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, പിന്നെ സ്റ്റേറ്റ് മെയിൻ്റെനൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് മെയിൻലി ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്സ്, അതായത് റിയാക്ട്, വ്യൂ, ആംഗുലറിനകത്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഒരു ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫംഗ്ഷൻ ഔട്ടർ ഫംഗ്ഷൻ, ഒരു ഔട്ടർ ഫംഗ്ഷൻ ഉണ്ട്. ലെറ്റ് ഔട്ടർ വാർ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഐ ആം ഇൻ ദ ഔട്ടർ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് വാല്യൂ സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഔട്ടർ ഫംഗ്ഷന്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഉണ്ട്, പിന്നെ ഒരു ഇന്നർ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നതിനകത്ത് ഒരു അതിന്റെ ഉള്ളിൽ ഒരു കൺസോൾ ഡോട്ട് ലോഗ് ഔട്ടർ വാർ എന്ന് പറഞ്ഞ ഒരു ഇതിനകത്തുള്ള വാല്യൂനെ, അതായത് ഔട്ടർ ഫംഗ്ഷന്റെ ഉള്ളിലുള്ള വേരിയബിളിനെ നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. റിട്ടേൺ ഇന്നർ ഫംഗ്ഷൻ. എന്നിട്ട് എന്താണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിട്ടേൺ ഇന്നർ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഇന്നർ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ ഔട്ടർ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് ഒരു ഇന്നർ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പുറത്ത് എന്നാന്ന് വെച്ചാൽ ഈ ഫംഗ്ഷന്റെ പുറത്ത് എന്താണ് കോൺസ്റ്റ് ക്ലോഷർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്. അതിനകത്ത് എന്താണ് ഔട്ടർ ഫംഗ്ഷനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എന്നാന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ക്ലോഷർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ ചെയ്യുന്നു. അപ്പൊ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഐ ആം ഇൻ ദ ഔട്ടർ സ്കോപ്പ് എന്നാണ്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഔട്ടർ ഫംഗ്ഷൻ റൺസ് ആൻഡ് ക്രിയേറ്റ്സ്. ഔട്ടർ ഫംഗ്ഷൻ റണ്ണ് ചെയ്യുന്നു. ആദ്യമേ തന്നെ നമ്മൾ ഔട്ടർ ഫംഗ്ഷനെ നമ്മൾ ക്ലോഷർ ഫംഗ്ഷനകത്ത് എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഔട്ടർ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആ ക്ലോഷർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ വേരിയബിൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ്. അപ്പൊ നമ്മൾ ക്ലോഷർ ഫംഗ്ഷൻ ഉപയോഗിച്ച് ആ വേരിയബിൾ ഉപയോഗിച്ചിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ക്ലോഷർ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ ക്ലോഷർ ഫംഗ്ഷനിലുള്ള ഫംഗ്ഷൻ റൺ ചെയ്യുന്നു. ഔട്ടർ ഫംഗ്ഷൻ റണ്ണ് ചെയ്യുന്നു. റണ്ണ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? runs and creates a variable outer var with value I am in the outer scope function inner function that uses outer var. അപ്പൊ ഔട്ടർ ഫംഗ്ഷൻ റണ്ണ് ചെയ്യുന്നു. ക്ലോഷർ ഫംഗ്ഷൻ വെച്ചിട്ട് ഔട്ടർ ഫംഗ്ഷനെ റണ്ണ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഐ ആം ഇൻ ദ ഔട്ടർ. പിന്നെ ഒരു ഇന്നർ ഫംഗ്ഷനും ഉണ്ട് ഔട്ടർ ഫംഗ്ഷന്റെ ഉള്ളില്, അതിനെയും ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് കൺസോളിനകത്ത് ഔട്ടർ വാറിനെ ഇന്നർ ഫംഗ്ഷന്റെ ഉള്ളില് ഔട്ടർ വാറിനെ, അതായത് ഔട്ട്സൈഡ് ഫംഗ്ഷനിലുള്ള വേരിയബിളിനെ യൂസ് ചെയ്യുന്നു. ഇതാണ് അതിനകത്ത് ചെയ്യുന്നത്. ദാറ്റ് യൂസസ് ഔട്ടർ വാർ. അത് രണ്ടുമാണ് അതിനകത്തുള്ളത്. പിന്നെ ഔട്ടർ ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? ഇന്നർ ഫംഗ്ഷൻ നോട്ട് ആസ് എ കോൾ ബട്ട് ആസ് എ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഔട്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇന്നർ ഫംഗ്ഷൻ കോളായിട്ടല്ല
റിട്ടേൺ ചെയ്യുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത് ഔട്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇതിനകത്ത് നമ്മൾ റിട്ടേൺ ഇന്നർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ ഡെഫിനിഷനെയാണ് അത് റിട്ടേൺ ചെയ്യുന്നത്, കോൾ ആയിട്ടല്ല റിട്ടേൺ ചെയ്യുന്നത്. കോൾ ആണെങ്കിൽ ഇത് എന്താണ്, ഇതിനെ കോൾ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ ഡെഫിനിഷനെയാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. now closure function calls the returned inner function. അപ്പൊ ക്ലോഷർ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ഔട്ടർ ഫംഗ്ഷനെ റൺ ചെയ്തുന്ന വാല്യൂ എന്താണ്, ഇത് റിട്ടേൺ ചെയ്യുന്നത് ഇന്നർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇന്നർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് ക്ലോഷർ ഫംഗ്ഷൻ ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് it runs അപ്പൊ അത് കഴിഞ്ഞിട്ട് now closure function calls the returned inner function. when you do closure function അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ it runs inner function and still remembers outer var. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മള് ക്ലോഷർ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, ക്ലോഷർ ഫംഗ്ഷനകത്തുള്ളത് എന്താണ്, ഇന്നർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് ഉള്ളത്. അപ്പൊ when you do closure function it runs inner function and still remembers outer var. കാരണം ഔട്ടർ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ഫംഗ്ഷന്റെ ഉള്ളിലകത്തുള്ളതാണ്. പക്ഷെ ഇന്നർ ഫംഗ്ഷൻ എന്നാന്ന് വെച്ചാൽ ഔട്ടർ വാറിനെ സ്റ്റിൽ റിമെമ്പർ ചെയ്യും എന്നാണ് പറയുന്നത്. റിമെമ്പർ ചെയ്യും ഔട്ടർ വാർ ഇവൻ തോ ഔട്ടർ ഫംഗ്ഷൻ ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ്. ഔട്ടർ വാർ ഓൾറെഡി ഫിനിഷ്ഡ് ചെയ്തു, ഔട്ടർ ഫംഗ്ഷൻ ഓൾറെഡി ഫിനിഷ് ചെയ്തു. പക്ഷെ സ്റ്റിൽ ഇന്നർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ ഫംഗ്ഷനകത്തുള്ള വേരിയബിളിനെ റിമെമ്പർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതാണ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇവൻ തോ ഔട്ടർ ഫംഗ്ഷൻ ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ്, ഔട്ടർ ഫംഗ്ഷൻ ഓൾറെഡി ഫിനിഷ് ആയാലും ഇന്നർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതിനെ റിമെമ്പർ ചെയ്യുന്നു, ഔട്ടർ വാറിനെ റിമെമ്പർ ചെയ്യുന്നു. അതാണ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫംഗ്ഷൻ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഔട്ടർ ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് ലെറ്റ് കൗണ്ട് ഈസ്ക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് വേരിയബിൾ ഉണ്ട്. ഇതിനകത്ത് റിട്ടേൺ ചെയ്യുന്നത് ഇൻക്രിമെന്റ്, ഒരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളില് ഇൻക്രിമെന്റ് ഫംഗ്ഷൻ അതിനകത്ത് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൗണ്ട് പ്ലസ് പ്ലസ് റിട്ടേൺ കൗണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു ഇതുണ്ട്, എന്താണ് ഇൻക്രിമെന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഒബ്ജക്റ്റ് ആണ്. ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിക്രിമെന്റിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷന് ഡെഫിനിഷൻ ഉണ്ട്. അതിനകത്ത് കൗണ്ട് മൈനസ് റിട്ടേൺ കൗണ്ട്. ഇതിനകത്ത് കൗണ്ടിനെ ഇൻക്രിമെന്റ് ചെയ്യുന്ന കാര്യമാണ്, എന്നിട്ട് കൗണ്ടിന് എന്താണ് റിട്ടേൺ ചെയ്യുന്നു. ഇതിനകത്ത് ഈ ഫംഗ്ഷനകത്ത് ഡിക്രിമെന്റിനകത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൗണ്ടിനെ ഡിക്രിമെന്റ് ചെയ്തിട്ട് കൗണ്ടിനെ റിട്ടേൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ കൗണ്ടിനകത്ത് എന്താണ്, വേറെ ഒരു കീ ഉണ്ട്. ഫംഗ്ഷനകത്ത് വേറെ മറ്റേ റിട്ടേണിനകത്ത് ഒബ്ജക്റ്റിനകത്ത് വേറെ ഒരു കീ ഉണ്ട്. അതിനകത്ത് വേറെ ഒരു ഫംഗ്ഷൻ ഡിസ്പ്ലേ കൗണ്ട് എന്ന് പറഞ്ഞ ഇതിനകത്ത് വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് എന്നാന്ന് വെച്ചാൽ ലെറ്റ് മെസ്സേജ് ഈസ്ക്വൽ ടു കറണ്ട് കൗണ്ട്. ഒരു മെസ്സേജ് ആണുള്ളത്, കറണ്ട് കൗണ്ട് പ്ലസ് കൗണ്ട് റിട്ടേൺ മെസ്സേജിനെ റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് അതാണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പൊ ഒരു കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, ഒബ്ജക്റ്റിനെ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ എല്ലാം പുറത്ത് എഴുതിയേക്കുന്ന കോൺസ്റ്റ് മൈ കൗണ്ടർ ഈസ്ക്വൽ ടു കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. കൗണ്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ മൈ കൗണ്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൺസോൾ ഡോട്ട് ലോഗ് മൈ കൗണ്ടർ ഡോട്ട് ഇൻക്രിമെന്റ്. മൈ കൗണ്ടറിനകത്ത് എന്താണ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, മൈ കൗണ്ടറിനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ മൈ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ മൈ കൗണ്ടർ വെച്ചിട്ട് മൈ കൗണ്ടർ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും കൗണ്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റൺ ചെയ്യുന്നു. ആ ഫംഗ്ഷനകത്തുള്ള ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ, ഇൻക്രിമെന്റ് ഡോട്ട് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ടറിനകത്തുള്ളതാണ്. ഇൻക്രിമെന്റിനകത്തുള്ള ഫംഗ്ഷൻ റൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് റൺ ചെയ്തിട്ട് അത് എന്നിട്ട് ഇവിടെ ഇൻക്രിമെന്റ് എന്ന് വന്നിട്ട് അതിന്റെ വാല്യൂ
കഴിഞ്ഞിട്ട് മൈ കൗണ്ടർ ഡോട്ട് ഡിക്രിമെന്റിന്റെ വാല്യൂ കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നു. കൺസോൾ ഡോട്ട് ലോഗ് മൈ കൗണ്ടർ ഡിസ്പ്ലേ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ കൗണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ വരുവാണെങ്കിൽ നമ്മൾ കൗണ്ടർ റൺ ചെയ്യുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് എ പ്രൈവറ്റ് വേരിയബിൾ. അപ്പൊ നമ്മൾ എന്നാന്ന് വെച്ചാൽ ആദ്യമേ തന്നെ കൗണ്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ മൈ കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാന്ന് വെച്ചാൽ ഈ മൈ കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിള് ഇതിനകത്ത് എന്താണ് കൗണ്ടർ. അപ്പൊ മൈ കൗണ്ടർ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ കൗണ്ടർ ഓൾറെഡി നമ്മൾ അത് എടുക്കുമ്പോഴത്തേക്കും കൗണ്ടറിനെ കോൾ ചെയ്യുന്നു. അതിനകത്ത് ഡോട്ട് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഡിസ്പ്ലേ കൗണ്ട് എന്ന് പറഞ്ഞ് 3 കീ വാല്യൂ ആയിട്ട് ഫങ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളില് മൈ കൗണ്ടറിന്റെ ഉള്ളിൽ ഇത് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ കൗണ്ടർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിനകത്ത് ഇൻക്രിമെന്റിനകത്ത് ഡോട്ട് വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഡോട്ട് ഇൻക്രിമെന്റിനെ നമ്മൾ കോൾ ചെയ്യുന്നു. അപ്പൊ ഇൻക്രിമെന്റിനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇറ്റ് ക്രിയേറ്റ്സ് എ പ്രൈവറ്റ് വേരിയബിൾ കൗണ്ട് 0. അപ്പൊ അതിനെ കോൾ ചെയ്യുമ്പോൾ കൗണ്ടറിനെ റൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രൈവറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് ലെറ്റ് കൗണ്ട് ഈസ്ക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇറ്റ് റിട്ടേൺസ് 3 ഫങ്ഷൻസ്. 3 ഫങ്ഷൻസിനെയാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ആൻഡ് ഡിസ്പ്ലേ കൗണ്ട്. These functions can see count even after counter is finished. കൗണ്ടർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ എന്ന് പറയുന്നത് ഔട്ടർ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഔട്ടർ ഫംഗ്ഷൻ ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫങ്ഷൻസിനൊക്കെ എന്നാന്ന് വെച്ചാൽ കൗണ്ട് എന്ന് പറഞ്ഞ ആ ഔട്ടർ ഫംഗ്ഷനകത്തുള്ള വാല്യൂവിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ദേ ഫോം എ ക്ലോഷർ. കാരണം ഇത് ക്ലോഷർ ആയിട്ടാണ്. കാരണം ഔട്ടർ ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഈ ഇന്ന ഫംഗ്ഷൻ. ആ ഇന്ന ഫംഗ്ഷനുകളെല്ലാം ഡിഫൈൻ ചെയ്യുന്ന ഈ വേരിയബിൾസും ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇന്ന ഫംഗ്ഷന് ഈ ഔട്ടർ ഫംഗ്ഷനകത്ത് ഡിഫൈൻ ചെയ്തേക്കുന്ന വേരിയബിൾസിനെ ആക്സസ് ചെയ്യും. കാരണം ഇത് ക്ലോഷർ ആണ്. സോ വെൻ യു കോൾ മൈ കൗണ്ടർ ഡോട്ട് ഇൻക്രിമെന്റ്, ഞാൻ മൈ കൗണ്ടർ എന്ന് പറഞ്ഞ മൈ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഔട്ടർ ഫംഗ്ഷൻ. അപ്പൊ അതിനകത്ത് ഇൻക്രിമെന്റ് ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുമ്പോൾ എന്താണ് കൗണ്ടിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി 0 ആയിരുന്നു. കൗണ്ടിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. കൗണ്ടിന്റെ വാല്യൂ 1 ആയി മാറുന്നു. കൗണ്ടിനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ എനിക്ക് കൗണ്ടിന്റെ വാല്യൂ 1 ആയിട്ട് മാറുന്നു. അപ്പൊ കൗണ്ടിന്റെ വാല്യൂ എന്താണ് 1 ആയിട്ട് എനിക്ക് കിട്ടുന്നു. എന്നിട്ട് 1 ഇൻക്രിമെന്റ് എന്ന് വന്നിട്ട് എനിക്ക് കിട്ടുന്നു. ഇൻക്രീസസ് ദ കൗണ്ട്. ഈ കൗണ്ടർ ഡോട്ട് ഡിക്രിമെന്റ് എന്ന് വന്നിട്ട് കൗണ്ടർ എന്ന് പറഞ്ഞ ഔട്ടർ ഫംഗ്ഷനെ കോൾ ചെയ്ത് ഡിക്രിമെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്താണെന്ന് കൗണ്ട് എന്ന് പറയുന്നത് ആ ഡിക്രിമെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് നമ്മൾ എന്നാന്ന് വെച്ചാൽ കൗണ്ടിനെ ഡിക്രിമെന്റ് ചെയ്യുന്നു. എന്നിട്ട് കൗണ്ടിനെ ഇത് ചെയ്യുന്നു. അപ്പൊ കൗണ്ടിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തായിരുന്നു. അപ്പൊ ആ 1 എന്ന് പറയുന്നത് എന്താണ് കൗണ്ടിന്റെ വാല്യൂ കറന്റ് 1 ആണ്. അപ്പൊ 1 മൈനസ് 1. അപ്പൊ കൗണ്ട് മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് 1 0. അപ്പൊ റിട്ടേൺ കൗണ്ട് എനിക്ക് 0 ആയിട്ട് എനിക്ക് 0 ഡിക്രിമെന്റ് എന്ന് പറഞ്ഞ് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നു. ഇനി മൈ കൗണ്ടർ ഡോട്ട് ഡിസ്പ്ലേ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മൈ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ഫംഗ്ഷൻ ആണ്. അതിനകത്ത് ഡിസ്പ്ലേ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഡിസ്പ്ലേ കൗണ്ടിനെ കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്നു. ലെറ്റ് മെസ്സേജ് ഈസ്ക്വൽ ടു കറന്റ് കൗണ്ട് പ്ലസ് കൗണ്ട്. കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പൊ 0. അപ്പൊ എന്നുവെച്ച് റിട്ടേൺ മെസ്സേജ്. അപ്പൊ കറന്റ് കൗണ്ട് 0 എന്ന് പറഞ്ഞിട്ട് വരുന്നു. 0 എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജിനെ ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് ഡിസ്പ്ലേ കൗണ്ട് എന്ന് വന്നിട്ട് വരുന്നു. അപ്പൊ ഈ പ്ലേസിനകത്ത് 0 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നു. മനസ്സിലായോ? കറന്റ് കൗണ്ട് 0 എന്ന് പറഞ്ഞിട്ട് കോമ പിന്നെ ഡിസ്പ്ലേ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പൊ അതാണ് ആ മെസ്സേജിൽ വരുന്നത്. അപ്പൊ ആ കൗണ്ട് എന്ന് പറഞ്ഞ ഇതിനെ റിമെമ്പർ ചെയ്യും. 3 ഫങ്ഷൻസ് റിമെമ്പർ ചെയ്യും. ബട്ട് യു കനോട്ട് ഡയറക്ട്ലി അസസ് കൗണ്ട് ഫ്രം ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ ക്ലോഷർ. പുറത്ത് നിന്ന് ഈ കൗണ്ട് എന്ന് പറയുന്ന നമുക്ക് വേരിയബിളിനെ നമുക്ക് ഡയറക്ട്ലി അസസ് ചെയ്യാൻ പറ്റില്ല.
ഇത് ക്ലോഷറിന്റെ ഉള്ളില് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. മനസ്സിലായോ? ക്ലോഷേഴ്സ് ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് പ്രൈവറ്റ് വേരിയബിൾസ്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനകത്ത് പ്രൈവറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ക്ലോഷേഴ്സ് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ വേരിയബിൾസ് ദാറ്റ് കനോട്ട് ബി അസസ് ഡയറക്ട്ലി. നമുക്ക് അങ്ങനത്തെ വേരിയബിൾസ് നമുക്ക് പുറത്തുനിന്ന് അസസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓൺലി ത്രൂ ഫങ്ഷൻസ് റിട്ടേൺഡ് ബൈ ദ ക്ലോഷർ. അതായത് ക്ലോഷർ റിട്ടേൺ ചെയ്യുന്ന ഫങ്ഷൻസിന് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വേരിയബിൾസിനെ അസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ജാവാസ്ക്രിപ്റ്റ് ഡസ് നോട്ട് ഹാവ് ട്രൂ പ്രൈവറ്റ് വേരിയബിൾസ് ബട്ട്. അപ്പൊ നമുക്ക് ശരിക്കും ജാവാസ്ക്രിപ്റ്റിനകത്ത് പ്രൈവറ്റ് വേരിയബിൾസ് ഇല്ല. പക്ഷെ നമുക്ക് ക്ലോഷേഴ്സ് വെച്ചിട്ട് നമുക്ക് പ്രൈവറ്റ് വേരിയബിൾസ് ഉപയോഗിക്കാം. യു ക്യാൻ ഹൈഡ് വേരിയബിൾസ് ഇൻസൈഡ് ഫങ്ഷൻസ്. ഫങ്ഷൻസിനകത്ത് വേരിയബിൾസിനെ ഹൈഡ് ചെയ്യാം. മേക്കിംഗ് ദം ബിഹേവ് ലൈക്ക് പ്രൈവറ്റ്. പ്രൈവറ്റ് പോലെ ബിഹേവ് ചെയ്യണ പോലെ നമുക്ക് ഫങ്ഷൻസിനെ ഉള്ളിൽ പ്രൈവറ്റ് വേരിയബിൾസ്, നമുക്ക് വേരിയബിൾസിനെ ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് പ്രൈവറ്റ് വേരിയബിൾസ് യൂസ് ചെയ്യാം ക്ലോഷർ വെച്ചിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലോഷർ എന്ന് പറഞ്ഞ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്.